ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി അരിഞ്ഞത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഇഞ്ചി, ചുവന്നുള്ളി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് ഇതെല്ലാം വേറെ വേറെ ഇട്ട് വറുക്കണം. ഞാൻ ഇഞ്ചിക്കറി ഉണ്ടാക്കുമ്പോൾ എടുക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊന്നും എല്ലാവരും എടുക്കില്ലെന്ന് തോന്നും. അതിന് വേണ്ടിയിട്ട് ഇഞ്ചി എണ്ണയിലേക്കിട്ട് വറുക്കുക. ഇഞ്ചി വറുത്തത് കോരിയെടുത്തു. ഇനി നമുക്ക് തേങ്ങാക്കൊത്ത് വറുക്കാം. ഓരോന്നും സെപ്പറേറ്റായിട്ട് വറുത്തെടുക്കണം. ആ എണ്ണയിലേക്ക് തന്നെയാണ് ഇട്ട് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുന്നത്. തേങ്ങ വറുത്തത് കോരിയെടുത്തു. ഉള്ളി, കൊച്ചുള്ളി, ചിലർ കൊച്ചുള്ളി ഇടില്ല, എളുപ്പം ചീത്തയായി പോകുന്നു. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കും. കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇഞ്ചിക്കറിക്ക്. ഞാനുണ്ടാക്കുന്ന ഇഞ്ചിക്കറിയിൽ ഇതെല്ലാം ഉണ്ട്. നന്നായിട്ട് ഇതെല്ലാം മൂപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമ്മളെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിക്കുന്നത്. വെളുത്തുള്ളി ഇടുകയാണ്. വെളുത്തുള്ളിയും നല്ലതുപോലെ മൂപ്പിച്ചെടുക്കും. നല്ലതായിട്ട് കേടാകാതിരിക്കാൻ വേണ്ടി നല്ലതായിട്ട് മൂപ്പിച്ച് വേണം വെളുത്തുള്ളി എടുക്കാനായിട്ട്. എല്ലാവരും മൂപ്പിച്ചെടുക്കുന്നതെല്ലാം കൂടെ പൊടിച്ച് ചേർക്കും. ഞാൻ പൊടിക്കാറില്ല. പച്ചമുളക് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾ പൊടി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം മഞ്ഞൾ പൊടി, ഉലുവാപ്പൊടി, ചിലർ കായ ഉപയോഗിക്കും. ഞാനിതിൽ കായ ഉപയോഗിക്കുന്നില്ല. മുളക് പൊടി, ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഇതെല്ലാം മിക്സ് ചെയ്യുക. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കലക്കി വെച്ചിരുന്ന് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളി ആദ്യം തന്നെ ചെറിയ ചൂടുവെള്ളത്തിലാണ് നമ്മൾ അത് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അന്നേരം എളുപ്പം അത് അലിഞ്ഞ് അത് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. സ്വല്പം കൂടെ വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ പിഴിഞ്ഞെടുത്ത് ഒഴിക്കാം. സ്വല്പം വെള്ളം ചേർത്ത് പുളി പിഴിഞ്ഞെടുത്ത് ഒഴിച്ചിട്ടുണ്ട്. കൂടെ ചേർക്കാം. സ്വല്പം കൂടെ ഉപ്പ് വേണം. ഇനി ഇത് കിടന്ന് തിളക്കട്ടെ. ഇനി ബ്രൗൺ ഷുഗറാണ് നമ്മൾ ഇടുന്നത്. സ്വല്പം മധുരത്തിന് വേണ്ടി ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അതുകൂടെ ചേർന്ന് കിടന്ന് തിളക്കട്ടെ. തിളച്ച് പറ്റണം. എല്ലാം പാകത്തിന് പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് നോക്കിയതാണ്. ഇനി അടച്ചു വെച്ച് തിളപ്പിക്കുക. പാകമായതിന് ശേഷം ഇഞ്ചിക്കറി ഒന്ന് ടേസ്റ്റ് നോക്കാനായിട്ട് എടുക്കുകയാണേ. സൂപ്പർ.